ഹായ് ഹലോ, നമുക്ക് എളുപ്പത്തിലൊരു അവിയൽ തയ്യാറാക്കിയാലോ. അതിനായിട്ട് ആവശ്യമുള്ള പച്ചക്കറി എല്ലാം നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അതിനുശേഷം അടുപ്പിലേക്ക് ഒരു പാൻ വെക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം എടുത്ത് അതിലേക്ക് ഒരു തക്കാളി, ഒരു സബോള, ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് എന്നിവ ചേർത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ആ എണ്ണയിലേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് അല്പം മഞ്ഞപ്പൊടിയും ഉപ്പ് പൊടിയും ചേർത്ത് അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്കത് തട്ടിപ്പൊത്തി വെക്കാം. ആ നേരത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ചേർപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് തേങ്ങ എടുക്കാം. രുചിക്കനുസരിച്ച് തേങ്ങയുടെ അളവനുസരിച്ച് അവിയലിൻ്റെ രുചിയും കൂടും. പിന്നെ നമുക്കതിലേക്ക് ഒരല്പം കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ തേങ്ങ ചിരകി അതിലേക്ക് കുറേയേറെ ചുമന്നുള്ളി, അതിലേക്ക് ഒരല്പം നല്ല ജീരകം, അത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കണ്ട. അതിൻ്റെ കൂടെ അവിയലിന് നല്ല അത്യാവശ്യം ഒരു ചെറിയ പുളിക്ക് വേണ്ടി ഞാനിവിടെ തൈര് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ പച്ചക്കറി എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ മിക്സ് അതിലേക്ക് ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഈ മിക്സ് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കതിൻ്റെ പുറത്തേക്ക് ഒരല്പം വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അങ്ങനെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു അവിയൽ തയ്യാറായി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ സൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്.